വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാനെങ്കിൽ തോന്നും കേട്ടോ. അപ്പോൾ കുട്ടികളും ഉണ്ട് ഇന്നിപ്പോൾ ലീവൊക്കെ ആയതുകൊണ്ട് ഒരുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ എന്നാൽ ഇത്തിരി അരിപ്പൊടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതുകൊണ്ട് കൊഴുക്കട്ട മാതിരി ഉണ്ടാക്കാമെന്ന് വെച്ചു. നോക്കുമ്പോൾ ബെല്ലൊന്നുമില്ല, എന്നാലും തേങ്ങ ഉണ്ട്. ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതാ ഒന്ന് വാട്ടാനും ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാന്ന് കേട്ടോ. അപ്പം എന്താ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കാൻ തിന്നാനുള്ളതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതവിടെ പിന്നെ ആൾക്കാരെത്തിട്ടോ, പണിക്കാരാണിതാ. തേങ്ങ ചിരവാൻ വേണ്ടി ഞാൻ ചിരവാന്നുണ്ട് ചിരവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വാങ്ങിയിട്ടൊക്കെ ചിരവി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നന്നായിട്ട് വാടിയിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തിരക്ക് പിടിച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ വല്ലാണ്ട് വാടാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇതാ ഒരുവിധം നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കയ്യിൽ തന്നെ വെച്ചിട്ട്. എന്നിട്ട് ഈ ഒരു ഇതിൽ ഉള്ളിൽ ഫില്ലിങ്ങും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഏലയും ചെറിയ ജീരകം കൂടി പൊടിച്ചിട്ടൊന്നും വിചാരിച്ചിട്ട്, പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഗ്രാമ്പൂൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും. ഗ്രാമ്പൂൻ്റെയൊക്കെ പട്ട ഗ്രാമ്പൊക്കെ അതിൻ്റെ ഇലയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കേട്ടോ. വൈകുന്നേര സമയങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. കാരണം മധുരമാണ്, പിന്നെ മാവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ആവിയിൽ വേവിക്കുന്നതായതുകൊണ്ട് വയറിന് അത്ര വലിയ കംപ്ലൈൻറ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. പിന്നെ മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ പഴയൊരു കടിയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ പഴമക്കാരൊക്കെ വലിയമ്മമാരൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നൊരു വിഭവം കൂടിയായിരുന്നു. പിന്നെ വെല്ലം കൂടി ആണെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടിയിരുന്നു കേട്ടോ. പഞ്ചസാര എന്നുള്ളത് ഇപ്പോൾ വെല്ലം ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ കുട്ടികൾ മുറിച്ചത് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മുറിച്ചെടുക്കുന്നത്. കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ തന്നെ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ബെല്ലാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. അത് പഞ്ചസാര ആയതുകൊണ്ട് അതിൻ്റേതായൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും.